Welcome. Today we are going to deal with a new topic, Insolvency and Bankruptcy Code 2016. In short, it is called as IBC 2016. ഇതൊരു വലിയൊരു സംഭവമാണ്. ഓക്കെ, ഒരു 8 മണിക്കൂറത്തെ കണ്ടിന്യൂസ് ക്ലാസ്സിൽ ത്രൂ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിനിഷ് ചെയ്യാൻ പറ്റും. ബട്ട് ഹിയർ ഐ എം നോട്ട് ട്രൈങ് ടു ഫിനിഷ് ദി എൻറ്റയർ തിങ്. നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എക്സാമിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട്. See the heading. It is Insolvency and Bankruptcy Code. അല്ലേ, Insolvency and Bankruptcy. For a common people like us, അല്ലേ, നമുക്ക് ഇൻസോൾവൻസിയും ബാങ്ക്രപ്റ്റസിയും സെയിം ആണ്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഇസ് ഇൻസോൾവെന്റ്. ഇൻസോൾവൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അൺഏബിൾ ടു പേ ഓഫ് ഇറ്റ്സ് ഡെപ്റ്റ്. ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ കമ്പനി ആയിക്കോട്ടെ ഡെപ്റ്റ് പേ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മൾ ഇൻസോൾവൻസി എന്ന് വിളിക്കും. അതായത് അയാളുടെ ലാബിലിറ്റി is more than the asset. So this is the case of insolvency. അപ്പോൾ ഒരാൾ ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് അൺട്രീറ്റഡ്, നമ്മളതൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ബാങ്ക്രപ്റ്റസി. ബാങ്ക്രപ്റ്റസി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ അച്ചീവ് ഓഫ് BOP ആൻഡ് ഫേമിൻ്റെ കേസിൽ ഓക്കെ ഡിക്ലെയർഡ്, that individual is declared as insolvent. ആ കേസിനെയാണ് നമ്മൾ ബാങ്ക്രപ്റ്റസി എന്ന് പറയാം. ഇൻസോൾവൻസി അൺട്രീറ്റഡ്, ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ വെച്ചിരിക്കുമ്പം ലീഗൽ പ്രൊസീഡിങ്സ് ത്രൂ ഇൻഡിവിജ്വൽ ഇസ് ഡിക്ലെയർഡ് ആസ് ബാങ്ക്രപ്റ്റസി. ഇൻഡിവിജ്വലിന്റെ കേസിൽ, HUFന്റെ കേസിൽ ആൻഡ് ഇറ്റ്സ് BOPന്റെ കേസിലും ആൻഡ് ഫേമിന്റെ കേസിൽ ഇൻസോൾവൻസി അൺട്രീറ്റഡ് ആണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ആസ് ബാങ്ക്രപ്റ്റസി. ആൻഡ് ഫോർ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ്, കമ്പനീസിന് ഇൻസോൾവൻസി വിൽ ലീഡ്സ് ടു ലിക്വിഡേഷൻ. ഓക്കെ, കമ്പനി അടച്ചുപൂട്ടുന്ന സംഭവമാണല്ലോ ലിക്വിഡേഷൻ. സോ ഫോർ കമ്പനി ഇറ്റ് ഈസ് ലിക്വിഡേഷൻ ആൻഡ് ഫോർ ഇൻഡിവിജ്വൽ and HUF and etc. it is bankruptcy. Hope the meaning is clear for you. Now see, liquidation, you can see company is going to liquidate, but നമ്മൾ അടിപിടി എന്ന് പറഞ്ഞിട്ട് കമ്പനീനെ ലിക്വിഡേഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടുപോകില്ല. ബിഫോർ ദാറ്റ് നമ്മൾ കോർപ്പറേറ്റ് ഇൻസോൾവൻസ് റിസൊല്യൂഷൻ പ്രോസസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് വരും. അതായത് ആരാണോ ഡെപ്റ്റ് കൊടുക്കാൻ പറ്റാത്ത, വി ആർ ഗിവിങ് എ ചാൻസ് അവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തീർത്ത് കടമൊക്കെ വീട്ടാനുള്ള ഒരു ടൈം കൊടുക്കുന്നതിനാണ് ഈ CIRP, ദാറ്റ് ഇസ് കോർപ്പറേറ്റ് ഇൻസോൾവൻസി റിസൊല്യൂഷൻ പ്രോസസ്. ഇതൊക്കെ ഇതിൻ്റെ സ്റ്റെപ്പ് അടക്കം നമ്മൾ കുറച്ച് അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഹോപ്പ്ഫുള്ളി അതൊക്കെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് വിചാരിക്കാം. നമുക്കാർക്കും ഇതുവരെ എക്സാമിൻ്റെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, CIRP. ഓക്കെ, എന്നിട്ട് ഈ CIRPയിലും നമുക്കൊന്നും റിസോൾവ് ആയില്ലെങ്കിലാണ് നമ്മൾ ഏത് പ്രോസസ്സിലോട്ട് പോവുക, ലിക്വിഡേഷനിലോട്ട് നമ്മൾ പോവുക. ഓക്കെ, സോ നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കുന്നതിനേക്കാളും മുന്നേ ഈ ഒരു സംഭവം നിങ്ങൾക്കൊരു ജനറൽ ഐഡിയ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇതിൽ കംപ്ലീറ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരാൾക്ക് കടം വീട്ടാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ റിസോൾവ് ചെയ്യാം, റിസോൾവ് ചെയ്തില്ലെങ്കിൽ ബാങ്ക്രപ്റ്റസി അല്ലെങ്കിൽ നമുക്ക് ലിക്വിഡേഷൻ ഉള്ള പേരിൽ വിളിക്കാം. ഓക്കെ, സോ ഈ ഒരു കോഡിൽ നമ്മൾ ഇതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് സംഭവം ഓക്കെയാണ്. ഇനി ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് എത്രയാവുന്ന ഒരു 6 ആക്ടിൻ്റെ പേര് നിങ്ങൾക്ക് ബോർഡിൽ കാണാം. സർഫ്രാസി ആക്ട് 2008, പ്രസിഡൻസി ടൗൺ ഇൻസോൾവൻസി ആക്ട് 1909 and Provisional Insolvency Act 1920, Companies Act 2013, Recovery of Debt Due to Banks and Financial Institutions 1993, Sikh Industrial Companies Special Provision Act 1985, CDR, SDRN, അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്കിപ്പം ബോർഡിൽ കാണാൻ പറ്റും. സോ ഇത്രയും സാധനങ്ങൾ കോഡിഫൈ ചെയ്ത്, അത് ഒരുമിച്ച് കൊണ്ടുവന്ന് ഇത്രയും മൾട്ടിപ്പിൾ ലോസ് ഉണ്ടായിരുന്നു. സോ ഇതൊക്കെ യൂണിഫൈ ചെയ്തിട്ട് ഒരു കോഡ് ഉണ്ടാക്കി, ദാറ്റ് ഈസ് യുവർ IBC കോഡ്. മുന്നേ ആണെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ കമ്പനീസിലുള്ള ഇൻസോൾവൻസി റിലേറ്റഡ് ഇഷ്യൂസ് ആണെങ്കിൽ വി ഹാവ് ടു ഗോ ടു കമ്പനീസ് ആക്ട് 2013 നമുക്ക് പോയിട്ട് നോക്കേണ്ടത്. അവിടെ ഇൻസോൾവൻസിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നൊക്കെ നോക്കി അവിടെ നിന്നാണ് നമ്മൾ ചെയ്യുക. ബട്ട് ഹിയർ ഇപ്പം നമുക്ക് ഇതിനൊക്കെ കൂടിയിട്ട് ഒരു യൂണിഫൈഡ് കോഡ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, കമ്പനി ആയിക്കോട്ടെ, ഫേം ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ഒറ്റൊരു സ്ഥലത്ത് പോയാൽ മതി. ദാറ്റ് ഈസ് അവർ IBC കോഡ്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ഡേറ്റ്സ് ആണ്. ദാറ്റ് ഈസ് ഇവല്യൂഷൻ. ഇത് വന്നിരിക്കുന്ന ഇന്ന ഡേറ്റ് അങ്ങനെയൊക്കെ ഇല്ല, ആ സംഭവങ്ങളാണ് അടുത്തത്.
സി ഫൈനാൻസ് മിനിസ്റ്റർ അരുൺ ജെയ്റ്റ്ലിയാണ് ഇത് ആദ്യമായിട്ട് അനൗൺസ് ചെയ്യുന്നത് 2014-15. ഇത് ലോകസഭയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് 21 ഡിസംബർ 2014. ലോകസഭയിൽ പാസ് ചെയ്തത് 5/5/2016. യു ക്യാൻ സീ ഇറ്റ് ഓൺ ദ സ്ക്രീൻ. ആൻഡ് പാസ് ഇൻ രാജ്യസഭ 11/5/2016. ഓക്കെ. പിന്നെ പ്രസിഡന്റിന്റെ കൺസെന്റ് കിട്ടിയിട്ടിരിക്കുന്നത് 28/5/2016 ആൻഡ് നോട്ടിഫൈഡ് ഓൺ ദ സെയിം ഡേറ്റ് ആണ് ഇത് എൻഫോഴ്സ്, അതായത് കെയിം ഇൻ ടു എൻഫോഴ്സ്. സോ ഡേറ്റും കാര്യങ്ങളും നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക, അതും ഓക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ട് നോക്കാം. ഏകദേശം ഒരു ജനറൽ ഐഡിയ ഉണ്ട്. ഇപ്പം ഫസ്റ്റ് തിങ് യു ക്യാൻ സീ ഇറ്റ് ഓൺ ദ സ്ക്രീൻ. വാട്ട് യു മീൻ ബൈ ഇൻസോൾവൻസി ബാങ്ക് റെക്ടസി കോഡ് 2016 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. സി അത് നമ്മളൊരു പാരഗ്രാഫ് മോഡലാണ് ഇപ്പോൾ ബോർഡിൽ കാണാം. അതിനേക്കാളൊക്കെ മുന്നേ ഇവിടെ ഞാൻ പറയുന്നത് മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇറ്റ് ഇസ് എൻ ആക്ട് ടു കൺസോളിഡേറ്റ് ആൻഡ് അമെൻമെന്റ്. ഞാൻ നേരത്തെ കുറേ ആക്ടിന്റെ പേര് എഴുതിയില്ല, അതൊക്കെ കൂടി കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഇതുണ്ടായെന്ന് പറഞ്ഞില്ലേ. സോ ഇറ്റ് ഇസ് എൻ ആക്ട് ടു കൺസോളിഡേറ്റ് ആൻഡ് അമെൻഡ് ദി ലോസ് റിലേറ്റിംഗ് ടു ദ എല്ലാ ലോസ് റിലേറ്റിംഗ് ടു ദ എന്തൊക്കെ റിലേറ്റ് ചെയ്ത ലോ ആണ് ഇവിടെ കൺസോളിഡേറ്റ് ചെയ്ത് അമെൻഡ് ചെയ്തത്? Law relating to the reorganization and insolvency resolution of corporate persons. Clear? To which law relating to the reorganization and insolvency resolution of corporate person? Repeating, it is an act to consolidate. നേരത്തെ പറഞ്ഞ കുറേ consolidate and amend. The law relating to the reorganization and insolvency resolution of corporate person, partnership firms and individual. In a time-bound manner. It's a very important sentence. In a time-bound manner. Previously, years and years ago, liquidation process complete. So, it is a time is, prescribed time limit. So, there is a time limit is there. So, in a time-bound manner. For the maximization of the value of asset of the interest of such persons. ആരാണോ ഈ ഒരു മീൻസ് ഇൻസോൾവൻസി പ്രോസസ്സിന് വേണ്ടി അപേക്ഷിച്ചത് അവരുടെ എല്ലാ അസറ്റ്സിനും മാക്സിമം വാല്യൂ കിട്ടുന്ന വിധം. ടു പ്രൊമോട്ട് എന്റർപ്രണർഷിപ്പ്. നമ്മളൊരു എന്റർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യാണ് ഇവിടെ. ബിക്കോസ് ഇൻസോൾവൻസി ഒക്കെ നമുക്ക് കിട്ടാനുള്ള പൈസ വേഗം കിട്ടും എന്നൊക്കെ കണ്ടാൽ മാത്രമേ നമ്മളൊരു സാധനത്തിലോട്ട് അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ്സിലോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. സോ to promote the entrepreneurship, availability of credit and balance the interest of all the stakeholders, including alteration in the order of priority of payment of government dues. നമ്മൾ ലാസ്റ്റ് കൊടുക്കേണ്ട ആ പേയ്മെന്റിന്റെ പ്രയോറിറ്റിക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ത്രൂ ഓൾട്ടറേഷൻ കൊണ്ടുവരാൻ പറ്റും ഇതിലൂടെ. ആൻഡ് ടു എക്സ്റ്റാബ്ലിഷ് IBC കോഡിന്റെ വേറൊരു പ്രധാനപ്പെട്ട സംഭവം, ഈ IBC കോഡ് വർക്ക് ചെയ്യുന്നത് ത്രൂ IBBI ആണ്. IBBI means Insolvency and Bankruptcy Board of India. Okay, and for matters connected thereof or incidental thereto. ഈ IBC ഇൻസോൾവൻസിയും റീഓർഗനൈസേഷനും റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നത് ഇൻസോൾവൻസി ബോർഡ്, ബാങ്ക്രപ്റ്റസി ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. സോ യു ക്യാൻ സീ നൗ യു ക്യാൻ കൺക്ലൂഡ് വാട്ട് IBC കോഡ്. ഓക്കെ, ഓർമ്മിച്ചിട്ട് പഠിക്കുക. ഈ മീനിങ്സ് എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പെർപ്പസ് ഓഫ് IBC കോഡ് എന്നൊക്കെ ചോദിച്ചാൽ ഇതിനകത്ത് തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. ഇറ്റ്സ് എ കൺസോളിഡേഷൻ ഓഫ് വാരിയസ് ലോസ് എന്ന് എഴുതാം നമുക്ക്. പിന്നെ നമുക്ക് ടൈം ബൗണ്ടിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന എഴുതാം. ദെൻ വാല്യൂ ഓഫ് മാക്സിമൈസ് ചെയ്യുന്നുള്ള പോയിന്റ്, എന്റർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യും. ദെൻ ക്രെഡിറ്റ് അവൈലബിലിറ്റി ഉണ്ടാക്കും. ഇൻട്രസ്റ്റ് ബാലൻസ് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ ഓൾ ദ സ്റ്റേക്ക് ഹോൾഡർ എന്നുള്ള പോയിന്റും എഴുതാം. ദെൻ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് IBBIനെ പറ്റിയിട്ട് എഴുതാം. സോ ഇപ്പം നമ്മൾ പഠിച്ചിരിക്കുന്നത് വാട്ട് യു മീൻ ബൈ IBC കോഡ് ആൻഡ് വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് IBC, വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് IBC കോഡ്. ഓക്കെ, നമുക്ക് ഇതിൽ എക്സ്ട്രാ പോയിന്റ്സ് വേണം തോന്നിയാൽ, എൻ്റെ താഴെ നമുക്കൊരു പാരഗ്രാഫ് ഒക്കെ വേണം തോന്നിയാൽ നമുക്കിത് എഴുതാം. നോ മൾട്ടിപ്പിൾസിറ്റി ഓഫ് ലോ, ഇറ്റ്സ് എ യൂണിഫൈഡ് ലോ എന്നുള്ള പോയിന്റ് കൊണ്ടുവരാം. പിന്നെ എന്ത് നമുക്ക് പറയാം? വൺ വിൻഡോ ക്ലിയറൻസ്. നമ്മൾ ഇപ്പം പണ്ടൊക്കെ കമ്പനി റിലേറ്റഡ് ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ പല വാതിലിൽ മുട്ടണം, പല ടൈം ഒരു ടയർസം പ്രോസസ് ആണ്. ഇപ്പോൾ എവിടെയോ വൺ വിൻഡോ ക്ലിയറൻസ്.
ദെൻ 1 ചെയിൻ ഓഫ് അതോറിറ്റി നമുക്ക് എഴുതാം. പിന്നെന്താ, പ്രയോറിറ്റി ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദി എംപ്ലോയീസ് നമുക്ക് എഴുതാം. പിന്നെ അതിനൊരു IBBI എന്ന് പറഞ്ഞൊരു റെഗുലേറ്ററി ബോഡി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിന്റെ താഴെ, ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. അതിന്റെ താഴെ നമുക്കൊരു പാരഗ്രാഫ് ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ട് എഴുതാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്റ്റസി ബോർഡ് ഓഫ് ഇന്ത്യ, IBBI-നെ പറ്റിയിട്ടാണ്. ആദ്യം തന്നെ IBBI-ൽ നമ്മൾ അതിന്റെ മെമ്പേഴ്സിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ടോട്ടൽ 10 മെമ്പേഴ്സ് ഉണ്ട്. അതിലൊരാൾ ചെയർമാൻ, 10-ൽ 1 ചെയർമാൻ, പിന്നെ 3 മെമ്പേഴ്സ്. ഈ 3 മെമ്പേഴ്സ് ഉണ്ടല്ലോ, ഒന്ന് മിനിസ്ട്രി ഓഫ് ഫൈനാൻസിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആളായിരിക്കണം, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം, മിനിസ്ട്രി ഓഫ് ലോണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരാൾ. അങ്ങനെ 3 പേര്, ചെയർമാനും 3 പേര്. ഈ 3 പേരുടെ കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ബോർഡിൽ കാണുകയും ചെയ്യാം. പിന്നെ ഈ 3 മെമ്പറും നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് ദി ജോയിന്റ് സെക്രട്ടറി ഓർ ഈക്വലന്റ്. ജോയിന്റ് സെക്രട്ടറിയിലെ റാങ്കിൽ കുറയാൻ പാടില്ല. പിന്നെ അടുത്തത് RBI നോമിനേറ്റ് ചെയ്യുന്ന ഒരു മെമ്പർ, പിന്നെ 5 മെമ്പേഴ്സ് നോമിനേറ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്ത 5 മെമ്പർ, എല്ലാം കൂടി 10 ആയില്ലേ. ഈ ലാസ്റ്റത്തെ 5 മെമ്പറിൽ 3 പേര് ഹോൾ ടൈം മെമ്പേഴ്സ് ആയിരിക്കണം. സോ 10 മെമ്പേഴ്സ്, 1 ചെയർമാൻ, 3 മിനിസ്ട്രി ഓർമ്മിക്കാം. ദെൻ ജോയിന്റ് സെക്രട്ടറിയുടെ റാങ്കിൽ കുറയാൻ പാടില്ല. ദെൻ RBI-ന്റെ ഒരു മെമ്പർ ആൻഡ് 5 മെമ്പേഴ്സ് നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് അതിൽ 3 പേരായിരിക്കണം ഹോൾ ടൈം മെമ്പർ ആയിരിക്കണം. സോ ദിസ് ഇസ് റിഗാർഡിംഗ് ദ മെമ്പർഷിപ്പ് ഓഫ് IBBI. നൗ ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ബോർഡ്? ഈ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വാട്ട് ആർ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻ? ഈ ബോർഡിന്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻ എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അതും നിങ്ങൾക്ക് ബോർഡിൽ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ബോർഡ് ഷാൾ സബ്ജക്ട് ടു ദ ജനറൽ ഡിറക്ഷൻ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് പെർഫോം ഓൾ ഓർ എനി ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻ. സെൻട്രൽ ഗവൺമെന്റിന്റെ ഡയറക്ഷൻ പ്രകാരം താഴെ പറയുന്ന എല്ലാമോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഇവര് ഫുൾഫിൽ ചെയ്യണം, അല്ലെങ്കിൽ ഫോളോയിങ് ആർ ഫങ്ഷൻസ് നെയിം ചെയ്യുന്നതായിട്ട് നമ്മൾ ഒന്നാമത്തെ നോക്കാം. ഒന്നാമത്തത് C1. ആക്ച്വലി ഇതിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഞാൻ ഇപ്പം നിങ്ങളുടെ എക്സ്പ്ലനേഷനിൽ ഞാനൊരു 12 പോയിന്റ് ഒക്കെ അല്ലെ 10 പോയിന്റ് ഒക്കെ ആയിട്ട് ചുരുക്കും കേട്ടോ. ബാക്കി നിങ്ങൾ ഡെവലപ്പ് ചെയ്യാം, എവിടെയെങ്കിലുമൊക്കെ വായിച്ചിട്ട് നിങ്ങൾ നോക്കി എഴുതണം. സോ 1, രജിസ്റ്റർ ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസി, ഇൻസോൾവൻസി പ്രൊഫഷണൽ ആൻഡ് information utilities and renew, withdraw, suspend or cancel such registration. See, ഇതിൽ നിങ്ങൾക്ക് ഒരു പുതിയ വേർഡ് കാണാം, ഇൻസോൾവൻസി പ്രൊഫഷണൽസ്. ഇൻസോൾവൻസി പ്രൊഫഷണൽ ആരാണ്, അവരെന്തൊക്കെയാ ചെയ്യാന്നൊക്കെ നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള സ്ലൈഡ്സിൽ പഠിക്കും. ഇപ്പോൾ ഓർമ്മിക്കുക, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ഓർമ്മിച്ചാൽ മതി. ഈ കംപ്ലീറ്റ് പ്രോസസ്സും കണ്ടക്ട് ചെയ്യാൻ ഈ പ്രൊഫഷണൽസിനെ നമ്മൾ ഏൽപ്പിക്കും. നമ്മൾ ലിക്വിഡേഷന് നമ്മളൊരു ലിക്വിഡേറ്റർ ഒക്കെ വരൂലേ, സോ അതൊക്കെ ഇതിൽ പെടും. സോ ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യണം. ഏതിൽ? IBBI-ൽ. അത് ഇവർ നോക്കണം. പിന്നെ അവരുടെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാം, അവരെ സസ്പെൻഡ് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം, സച്ച് രജിസ്ട്രേഷൻ വിഡ്രോ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ ഫംഗ്ഷനിൽ പറയുന്നത്. സോ പ്രൊഫഷണൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കും. ദെൻ സെക്കൻഡ് പോയിന്റ് ഇസ്, ഒരു ഇൻസോൾവൻസി പ്രൊഫഷണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഏജൻസിക്ക് മിനിമം റിക്വയർമെന്റ്സ് ആർ ദർ. ഇങ്ങനെ എലിജിബിൾ റിക്വയർമെന്റ്സ് ഉണ്ട്. ഇങ്ങനെ ആയാലേ IP ആവുള്ളൂ, ഇൻസോൾവൻസി പ്രൊഫഷണൽ ആവുള്ളൂ എന്നൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. സോ അത് ഫിക്സ് ചെയ്യുക. സ്പെസിഫൈ ദ മിനിമം എലിജിബിലിറ്റി റിക്വയർമെന്റ്സ് ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ്, പ്രൊഫഷണൽസ് ആൻഡ് ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ്. ഓക്കെ, നൗ സി അടുത്ത മൂന്നാമത്തെ പോയിന്റ് ഇപ്പോൾ ബോർഡിൽ കാണാം. levy fee or other charges for registration of insolvency professional agencies, insolvency professional and information utilities. പിന്നെ അവരുടെ അടുത്ത് നിന്നുള്ള ഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വാങ്ങിക്കാം. So that is the third one. And the fourth one, specify by regulation standards for the functioning of ഇൻസോൾവൻസി പ്രൊഫഷണൽ. ഓക്കെ, ഇനി ഇവർ ഇന്ന സ്റ്റാൻഡേർഡിൽ ഇന്നതൊക്കെയാണ് ഇവരുടെ ഗൈഡ് ലൈൻസ് എന്നൊക്കെ പറഞ്ഞ് അത് സെറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് 4 പോയിന്റ്സ് ഇസ് കംപ്ലീറ്റ്ലി റിലേറ്റഡ് വിത്ത് ദി ഇൻസോൾവൻസി പ്രൊഫഷണൽ. 5th പോയിന്റും ഏകദേശം അതുപോലെ തന്നെ
lay down the regulations, the minimum curriculum for the examinations of the ഈ ഇൻസോൾവൻസി പ്രൊഫഷണൽ ആവാൻ നമുക്കൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഒരു എക്സാം ഒക്കെ ക്ലിയർ ചെയ്യണം. സോ അതിൻ്റെ regulation, lay down the regulation, the minimum curriculum for the examination of the insolvency professional. Okay, അതും ഓർമ്മിക്കുക. അത് നിങ്ങൾക്ക് അടുത്ത ടോപ്പിക്ക് പറയുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിൽ IP ആവേണ്ട ക്വാളിഫിക്കേഷൻസ് പറയും, അവിടെ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിക്കോളും. ഇപ്പം അത് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, സോ ഇത്ര നേരമായിട്ട് നമ്മൾ 5 പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു. നിങ്ങളത് നോട്ട്സിൽ കുറിച്ച് വെക്കുക. നെക്സ്റ്റ് ഓൾസോ റിലേറ്റഡ് വിത്ത് ദിസ് വൺ, അതായത് ഇൻസ്പെക്ട് ചെയ്യുക, ക്യാരി ഔട്ട് ഇൻസ്പെക്ഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ദി ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസി പ്രൊഫഷണൽസ് ആൻഡ് ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ്. ഇതൊക്കെ നമുക്ക് പിന്നെ നമ്മൾ പഠിച്ചോളും. സോ ജസ്റ്റ് നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. പിന്നെ അവർ ത്രൂ പ്രോപ്പർ വേയിലല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ അവർക്ക് ഗൈഡൻസും ഡയറക്ഷൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ദ 6th പോയിന്റ്. ആൻഡ് ദി 7th പോയിന്റ്, ഓക്കെ, സെയിം അതിലടുത്ത് അങ്ങനെ ഏകദേശം അതിനോട് റിലേറ്റ് ചെയ്ത പോയിന്റ് ആണ്. മോണിറ്റർ ദ പെർഫോമൻസ് ഓഫ് ദി ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ് എഴുതും. അതിന്റെ കൂടെ നിങ്ങൾ ബാക്കി 2 പേരുടെ പേരും ഓർമ്മിച്ച് വെക്കുക. ഇൻസോൾവൻസി പ്രൊഫഷണൽ, പിന്നെ ഒരാളും കൂടിയുള്ള ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ്. ഓക്കെ, ആൻഡ് പാസ് എനി ഡയറക്ഷൻസ് കംപ്ലൈൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദിസ് കോഡ്. അവരിതിൽ അനുസരിച്ചിട്ടല്ല പോകുന്നതെങ്കിൽ അവർക്ക് ഡയറക്ഷൻസ് പറയാം, കംപ്ലൈ വിത്ത് ദിസ് പ്രൊവിഷൻ ഓഫ് ദിസ് കോഡ് അനുസരിക്കാൻ പറയാം. ആൻഡ് ദ ലാസ്റ്റ് വൺ, നെക്സ്റ്റ് വൺ ഇസ് call for any information and records from the insolvency professional. ഈ താഴെ പറയുന്ന 3 പേരിന് എന്ത് ഇൻഫർമേഷനും കോൾ ചെയ്യാൻ അല്ലെ റെക്കോർഡ്സ് ആവശ്യപ്പെടാനും ആർക്ക് അധികാരമുണ്ട്? അത് ആരുടെ ഫംഗ്ഷൻ ആണ്? IBBI. Next is publish such information, data, research studies and other information specified by the regulation. ചില ഇൻഫർമേഷൻസ് നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ടി വരും, ചില ഡാറ്റാസ് ഒക്കെ പബ്ലിഷ് ചെയ്യണം. സോ അതിൻ്റെ ഒക്കെ ഉത്തരവാദിത്തം IBBIക്കാണ്. നെക്സ്റ്റ് സ്പെസിഫൈ ബൈ റെഗുലേഷൻ ദ മാനർ ഓഫ് കളക്ടിങ് ആൻഡ് സ്റ്റോറിംഗ് ഡാറ്റ ബൈ ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ്. ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസിന് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനും സ്റ്റോർ ചെയ്യുന്നതിനുള്ള ഒരു റെഗുലേഷൻസ് ഫിക്സ് ചെയ്യലും IBBIയുടെ ഫംഗ്ഷനിൽ പെടും. നെക്സ്റ്റ് വൺ ഇസ് കളക്ട് ആൻഡ് മെയിൻറ്റെയിൻ റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു ദ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്റ്റസി കേസസ് and dissemination of information related to such cases. So ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കേസസിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് റെക്കോർഡ് കളക്ട് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. നെക്സ്റ്റ് ഇസ് കോൺസ്റ്റിറ്റ്യൂട്ട് സച്ച് കമ്മിറ്റി as may be required include in particular committee laid down in section. ഓക്കെ, നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. കമ്മിറ്റീസ്, ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ട് സച്ച് കമ്മിറ്റീസ് as may be required. റിക്വയർ ചെയ്യേണ്ട ആ കമ്മിറ്റീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? കമ്മിറ്റി ഫോം ചെയ്യാം. Then promote transparency and best practice in its governance. Transparency ഉണ്ടായിരിക്കണം എന്നറിയാലോ, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, അത് സുതാര്യത ഉണ്ടായിരിക്കണം അല്ലേ. Maintain website and other universally accessible repositories for electronic information as may be necessary. വെബ്സൈറ്റിലെല്ലാം പബ്ലിഷ് ചെയ്യണം. ദാറ്റ് ഇസ് യൂണിവേഴ്സലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസിബിൾ റിപ്പോസിറ്ററീസ് ഉണ്ടായിരിക്കണം. ഈ ഇൻസോൾവൻസി പ്രൊഫഷണൽ അല്ലെങ്കിൽ നമ്മുടെ ഏജൻസി അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസിനെതിരായിട്ട് ആരെങ്കിലും കംപ്ലൈന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട നടപടി എടുക്കില്ല. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്പെസിഫൈ മെക്കാനിസം ഫോർ റീഡ്രസൽ ഓർ ഗ്രീവൻസ് അഗെയിൻസ്റ്റ് ഇൻസോൾവൻസി പ്രൊഫഷണൽ. ഇവർക്കെതിരെയുള്ള കംപ്ലൈൻസിന് റീഡ്രസൽ കാണാൻ മീൻസ് അത് പരിഹരിക്കാം. ദെൻ conduct periodic study, research and audit and function and performance of it to the insolvency professional agency. Okay, periodic study, research and audit the functioning and performance. ഈ 3 പേരുടെയും ഫങ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുക? ഓഡിറ്റ് ചെയ്യുക. ഇത്രയും കൊണ്ട് ചുരുക്കുവാണ്. പിന്നെ നിങ്ങൾ താഴെ എഴുതുക പെർഫോം സച്ച് അതർ ഫങ്ഷൻ as may be prescribed. പറഞ്ഞ ബാക്കി ഫുൾ പഠിക്കേണ്ടവർ നെറ്റിൽ ഒന്ന് ഗൂഗിൾ ചെയ്യുക, പഠിക്കുക. ഞാൻ ജസ്റ്റ് ഒരു 10-12 പോയിന്റ് പറഞ്ഞോ. എനിവേ നിങ്ങൾ എണ്ണിക്കും കേട്ടോ, ഞാൻ നോക്കിയില്ല. സോ അത് നിങ്ങൾ നോക്കി ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? IBC കോഡിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പഠിച്ചു. ദെൻ മെമ്പർഷിപ്പിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പം നമ്മൾ അവരുടെ ഫങ്ഷൻസും പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ്, ഹു ഇസ് ആൻ ഇൻസോൾവൻസി പ്രൊഫഷണൽ? അത് ബോർഡിൽ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. ആസ് പെർ ദ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്റ്റസി കോഡ് 2016, an insolvency professional means an eligible person is an eligible person. ഒന്നാമത്തെ condition is enrolled with the insolvency professional agency as its member. ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസിയിൽ എൻറോൾ ചെയ്തിരിക്കണം ഇൻസോൾവൻസി മെമ്പർ ആയിട്ട്. രണ്ടാമത്തേത് രജിസ്റ്റേർഡ് വിത്ത്
IBBI as an insolvency professional. നമ്മൾ ഫങ്ഷൻസ് ഓഫ് IBBI പറയുമ്പോൾ അവിടെ പറഞ്ഞില്ലേ രജിസ്ട്രേഷൻ ഓഫ് IP ഇൻസോൾവൻസി പ്രൊഫഷണൽ. സോ ഈ ഒരാൾ ഇൻസോൾവൻസി പ്രൊഫഷണൽ ആവേണ്ടെങ്കിൽ ഇൻസോൾവൻസി ഏജൻസിൻ്റെ അണ്ടറിൽ മെമ്പറായിട്ട് എൻറോളും ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ IBBIയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, നൗ എലിജിബിൾ ക്രൈറ്റീരിയ ഫോർ ബിക്കമിങ് ആൻ ഇൻസോൾവൻറ്റ് പ്രൊഫഷണൽ ആണ്. An individual only can become അത് ശ്രദ്ധിക്കുക, കമ്പനിക്ക് എന്താകാൻ പറ്റില്ല, ഇൻസോൾവൻസി പ്രൊഫഷണൽ ആകാൻ പറ്റില്ല. only an individual, that also a person resident in India, not a minor, should be solvent, is of sound mind. പിന്നെ സ്പെസിഫൈ ചെയ്ത ക്വാളിഫിക്കേഷൻസ് അത് നമ്മൾ നെക്സ്റ്റ് പറയും. ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ആസ് സ്പെസിഫൈഡ് ബൈ ദ ബോർഡ്. പിന്നെ ഒരു കോർട്ടിൽ ഒരു മീൻസ് ഒഫൻസ് ഒന്നും ചെയ്ത് ഒന്നും ശിക്ഷിക്കപ്പെടാത്ത ഒരാൾ is fit and proper person. So you can see A to G points on the screen. adu ningal nokka. Next is process to become an IP professional aanengi chartered accountant, company secretary like cost accountant or advocate having 10 years of experience or graduate having 15 years of managerial experience can be a IP. Stage 1 avaru endu cheyanam, pass the limited solvency examination. ഒരു എക്സാമിനേഷൻ ഉണ്ട്, ലിമിറ്റഡ് സോൾവൻസി എക്സാമിനേഷൻ, അത് പാസ് ആവണം. എൻറോൾ ആസ് പ്രൊഫഷണൽ മെമ്പർ വിത്ത് ദ ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസിൻ്റെ അടുത്ത് മെമ്പറായിട്ട് എൻറോൾ ചെയ്യണം വിത്തിൻ ദ പീരീഡ് ഓഫ് 12 months ഓഫ് ക്ലിയറിംഗ് ദാറ്റ് എക്സാം. ആ എക്സാം ക്ലിയർ ചെയ്ത് 12 monthsനുള്ളിൽ ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസിൻ്റെ അണ്ടറിൽ പോയിട്ട് എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്ത് മെമ്പറായിട്ട് എൻറോൾ ചെയ്യണം. കംപ്ലീറ്റ് എ പ്രീ രജിസ്ട്രേഷൻ എഡ്യൂക്കേഷണൽ കോഴ്സ് ബൈ ആൻ IP ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യും, അത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ IBBIയിൽ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം. സോ ദിസ് ഇസ് ദ തിങ് ഫോർ എ പ്രൊഫഷണൽ. ആൻഡ് ഫോർ യങ് പ്രൊഫഷണൽ ഹാവിങ് ലെസ് ദാൻ 10 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആൾ അല്ലെങ്കിൽ നോ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ ഫസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസോൾവൻസി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം ആ എക്സാം എഴുതണം. പിന്നെ നമ്മൾ ബാക്കി സ്റ്റെപ്സ് എന്ത് ചെയ്യുക, ബാക്കി സ്റ്റെപ്സ് ആസ് മേലെയുള്ള അതേ സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ.